വെൽക്കം ബാക്ക് ടു എഡ്യുവാല 2.0. നമ്മൾ അക്കൗണ്ടൻസിയിൽ +2 അക്കൗണ്ടൻസിയിൽ 4 പാഠങ്ങളാണ് പാർട്ട് 1 സെക്ഷനിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഒരു സെക്ഷനിൽ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും IFSകാരും പഠിക്കേണ്ട 4 പാഠങ്ങൾ എങ്ങനെയാണ് ആ 4 പാഠങ്ങളും പഠിക്കുക എന്നുള്ളതിൻ്റെ 2 പാഠത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരുന്നു. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. ബാക്കിയുള്ള 2 പാഠങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്. നമുക്ക് അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1ൽ നിന്ന് വരാം. അതിൽ 40ൽ 40 നമ്മൾ വാങ്ങണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റത്തെ 2 പാഠം മിസ് പറഞ്ഞ പോലെ ഓൾറെഡി പഠിക്കുക, ഈ 2 പാഠം ഇതേപോലെ പഠിക്കുക. നമ്മളിതിൽ തിയറീസ് കവർ ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് കവർ ചെയ്യുന്നുണ്ട്, ഇടാത്ത പ്രോബ്ലംസ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് മിസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ 2 പാഠങ്ങൾ എന്ന് പറയുന്ന ഏത് പാഠങ്ങളാണെന്ന് പറയാനും ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ 2 പാഠങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്കിപ്പോൾ ഇതാ കൊമേഴ്സ് കുട്ടികൾക്ക് 16-നാണ് അക്കൗണ്ടൻസി എക്സാം വരുന്നത്, 16-ാം തീയതി. അപ്പോൾ ആ 16-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ബിസിനസ് സ്റ്റഡീസ് 14-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാതെ കുറച്ച് ദിവസം ബിസിനസ് എക്സാമിൻ്റെ ഒരു 4 ദിവസം മുന്നേ നിങ്ങൾ തുടങ്ങിയാൽ മതിയാവും. അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഏതെങ്കിലും ഒരു വിഷയം കൂടി കവർ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് അക്കൗണ്ടൻസി നമുക്കൊരു ദിവസമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്യാത്ത 2 പാഠങ്ങൾ, ഒന്ന് പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റും റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഈ 2 പാഠങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. പാർട്ട്ണർഷിപ്പ് ആൻഡ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് ഫസ്റ്റത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡിലീറ്റഡ് പോർഷനാണ്. ആ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നല്ല മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം. ഈ പാഠം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂയും കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് പ്രോബ്ലംസും ഉണ്ട്, ഒപ്പം തന്നെ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ പ്രോബ്ലംസും നമ്മൾ കുറച്ച് നോക്കാനുണ്ട്, അപ്പോൾ നമ്മുടെ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാനുണ്ട്. ഈ പാഠത്തിൽ നിന്നും നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരു 12-14 മാർക്കിൻ്റെ വെയിറ്റേജസ് ആണ്. 14 മാർക്കിൻ്റെ വെയിറ്റേജസോളം നിങ്ങൾ വരുന്നുണ്ട്. അതായത് പ്രോബ്ലംസ് നമുക്ക് 2 മാർക്കിൻ്റെ പ്രോബ്ലംസ്, 5 മാർക്കിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. തിയറി ക്വസ്റ്റ്യൻസ് 3 മാർക്സ്, അതുപോലെ തന്നെ നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം, അതുപോലെ 1 മാർക്കുകൾ ചോദിക്കാം. അതേപോലെ പ്രോബ്ലംസ് നമുക്കൊരു 1 മാർക്കിന് പ്രോബ്ലംസും വരാറുണ്ട് ഈ പാഠത്തിൽ നിന്ന്. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ എഴുതാം, ഏത് അക്കൗണ്ടിൽ എഴുതാം, അങ്ങനെയാണ് മിസ് ഈ പ്രോബ്ലം ഉദ്ദേശിക്കുന്നത്. ദെൻ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണറിൽ നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് കുറച്ച് ജേണൽ എൻട്രീസ് ആണ്, ജേണൽസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം നമുക്ക് 4 മാർക്ക് 5 മാർക്ക് മാക്സിമം, അതിൻ്റെ അപ്പുറം 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ നമുക്ക് ചോദിക്കാറുള്ളൂ. ജേണൽസ് നമുക്കൊരു 2 ജേണൽസൊക്കെ 3 മാർക്കിൻ്റെ 2 ജേണൽസോളം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രോബ്ലംസിലേക്ക് കിടക്കുമ്പോൾ ഒന്നുകിൽ 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയും പോയി കഴിഞ്ഞാൽ ഒരു 10 മാർക്ക് ഇവിടെ വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പാഠം ഒരേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേപോലെ നിങ്ങൾ കവർ ചെയ്യേണ്ട പാഠങ്ങളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാഠം പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. പാർട്ട്ണർഷിപ്പിലെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തിയറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്കിതിനെ പ്രോബ്ലം ബേസ്ഡും പറയാം. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. നമ്മളിത് +1ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more person ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കാം. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. 2 മാർക്കിന് നിങ്ങൾ അതോടെ പഠിച്ചിരിക്കണം. ഒപ്പം തന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ആൾക്കാരുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്, അവർക്ക് ബിസിനസ് നടത്തിയിരിക്കണം, പ്രോഫിറ്റ് ഷെയർ ചെയ്തിരിക്കണം, ഒരു മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ് ആയിരിക്കണം, ഗുഡ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഉണ്ടായിരിക്കണം, ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, ആൻഡ് നോൺ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ഒരു 5 ഫീച്ചേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ 2-3 ലൈൻസിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ അതിലേക്ക് നോക്കാനായിട്ട് പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡും അതിൻ്റെ കണ്ടന്റ് എന്നാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ഓൾ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അതായത് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ റിട്ടേൺ ഡോക്യുമെന്റ്. ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് അത്. ഇതിൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. പാർട്ട്ണർഷിപ്പ് ഈസ് എ റിട്ടേൺ ഡോക്യുമെന്റ്, ഓറൽ ഡോക്യുമെന്റ് അല്ല.
നമുക്ക് എഗ്രിമെന്റ് വേണമെങ്കിൽ ഓറലി ഓർ റിട്ടേൺ മേ ബി ഏത് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം പാർട്ട്ണർഷിപ്പിൽ. പക്ഷേ റിട്ടേൺ എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് വിളിക്കുക. അതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് ഒരു 5-6 കണ്ടൻസെങ്കിലും പഠിക്കുക. നെയിം ഓഫ് ദി ഫേം, നെയിം ഓഫ് ദി പാർട്ട്നേഴ്സ്, അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, പ്ലേസ് ഓഫ് ബിസിനസ്, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഡ്യൂറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡിവിഷൻ, അങ്ങനെ സാലറി, കമ്മീഷൻ, അങ്ങനെ പല ഏതെങ്കിലും ഒരു 6 കണ്ടൻസും പഠിക്കണം. ഓക്കെ. ദെൻ പിന്നീട് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ആബ്സെൻസ് ഓഫ് ഡീഡ്. ഇതാണ് നമുക്ക് 1 മാർക്കിൽക്കൊക്കെ ഒരുപാട് പോകാറുള്ളത്. എന്തൊക്കെ റൂൾസുകളാണ്? അപ്പോൾ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ഈക്വലി ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ 6% കൊടുക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് കൊടുക്കുക. ബാക്കിയുള്ളതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നീട് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 മെത്തേഡിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ. അപ്പോൾ 2 മെത്തേഡിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് തിയറി ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ്ലി തിയറിയാണത്. 4 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് ഫിക്സഡും ഫ്ലക്ച്വേറ്റും നമ്മളെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഫ്ലക്ച്വേറ്റിംഗിൽ ഒരെണ്ണയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഫിക്സഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ എഴുതുന്നു. ഫ്ലക്ച്വേറ്റിംഗിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നു. ദെൻ ഫ്ലക്ച്വേറ്റിംഗിൽ നമുക്ക് ബാലൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഫിക്സഡിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്, ചേഞ്ച് ആവില്ല അധികം. വിഡ്രോവൽ നടത്താതെ ചേഞ്ച് ആവില്ല. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടുത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റിലേക്കും പോവാം. ഒരു 4 പോയിന്റ്സ് എങ്കിലും നിങ്ങളവിടെ നിർബന്ധമായും പറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് പേഴ്സൺ, ബിസിനസ് പർപ്പസ്, എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്, ഇതേപോലെ ഒന്ന് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പിന്നീട് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് 2 മാർക്സിന് പഠിക്കാം. അതായത് ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാധാരണ നോർമലി ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നുകൂടി നമ്മൾ വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് കമ്പനി അക്കൗണ്ടാണ്. ഇവിടെ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞ പാർട്ട്ണർക്ക് എത്ര രൂപ വീതിച്ചു കൊടുക്കണം പാർട്ട്നേഴ്സിന്, അതാണ് നമ്മൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അറിയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ദെൻ പിന്നീട് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ള തിയറി ക്വസ്റ്റ്യൻസ് അല്ലാത്ത പ്രോബ്ലംസ്. ഒന്നുകിൽ നമുക്ക് കൂടുതലും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകം ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്യും. ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്, ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. സോ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ചെയ്യും. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിക്കാറുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 4 മാർക്ക്, അപ്രോപ്രിയേഷൻ 5 മാർക്ക്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 മാർക്ക്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2 രീതിയിൽ ചോദിക്കാം. ആവറേജ് പീരീഡ് ആണെങ്കിൽ 3 മാർക്കിന് 3 സിറ്റുവേഷൻ വരും. പ്രോഡക്റ്റ് മെത്തേഡ് ആണെങ്കിൽ 4 മാർക്കിന് വരും. അങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യം ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയ പ്രോബ്ലംസ് മാത്രമായിട്ട് നമുക്ക് എത്ര മാർക്കായി ഇവിടെ? 5, 7, 10, 14, 18 മാർക്ക് പെടുന്ന തന്നെയായി. ഇതിലെ P&L അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇതിൽ ഒരെണ്ണേ നമുക്ക് ചോദിക്കാറുള്ളൂ. കൂടുതലും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ചോദിക്കാറ്. നമ്മൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യും കേട്ടോ. ഓക്കെ. നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം. അല്ലാതെ ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് നമുക്ക് ചെയ്യാം. P&L അപ്രോപ്രിയേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ദെൻ ഇത്രയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാഠം എന്ന് പറയുന്നത് നമ്മളെ പാർട്ട്നേഴ്സിൻ്റെ ഡെത്ത് ഓർ റിട്ടയർമെൻ്റ് ആണ്. റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇവിടെ നമ്മൾ കൂടുതലും പ്രോബ്ലംസ് 2 പ്രോബ്ലമൊക്കെ ഉള്ളൂ. തിയറി ആണ്. തിയറി എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി, അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻ തന്നിട്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ള തിയറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ന്യൂ റേഷ്യോ എങ്ങനെയാണ് വരിക, എന്താണ് ന്യൂ റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എന്താണ്, 2 മാർക്കിന് പഠിക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, ട്രീറ്റ്മെൻറ്റ് ഓഫ് റിസർവ്, ഇതിൻ്റെമായി ബന്ധപ്പെട്ട ജേർണൽസ്, സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, ഒരു അക്കൗണ്ട്സ് എങ്ങനെ സെറ്റിൽ ചെയ്യാം, ഡെത്ത് ഓർ റിട്ടയർമെൻറ്റിൻ്റെ, ഇത് കംപ്ലീറ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് നമുക്കിവിടെ ആ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കി വെക്കാം. എന്താണ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ബിസിനസ് ഫേമിൽ കുറേ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതിലൊന്നുകിൽ പാർട്ട്നേഴ്സിൻ്റെ സമ്മതപ്രകാരം ഒരാൾ ബിസിനസ്സിൽ നിന്ന് ഒഴിവായി പോവുക,
അതല്ല എങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞ പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ പോവുക. അല്ലെങ്കിൽ ഗിവിങ് നോട്ടീസ് കൊടുത്തിട്ട് റിട്ടയർമെൻറ്റ്, ഞങ്ങൾക്ക് റിട്ടയർ ചെയ്ത് ഇത്ര വയസ്സായി ഞാൻ പോവുകയാണെന്നുണ്ട് നോട്ടീസ് കൊടുത്ത് പോവാം. ഇതിനൊക്കെയാണ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റും ഡെത്തും രണ്ടാണ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൺസെൻറ്റ് പ്രകാരം ബാക്കി ഓൾഡ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് പ്രകാരം നമ്മൾ പോകുന്നതിനാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അൺഎക്സ്പെക്റ്റഡ് ഈവൻ്റ് ആണ് അല്ലേ. ദെൻ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. പാർട്ട്നേഴ്സ് വിഡ്രോവൽ ഫ്രം ദി ബിസിനസ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീൽ ബൈ ഗിവിംഗ് നോട്ടീസ് ഓഫ് എ റിട്ടയർമെൻറ്റ് ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഇതിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും ആണ് നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട്നേഴ്സ് അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കിട്ടണമെങ്കിൽ ഓൾഡ് ഷെയറിൻ്റെ കൂടെ അക്വയർഡ് ഷെയർ ഫ്രം ഔട്ട് ഗോയിങ്, അല്ല ഔട്ട് ഗോയിങ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറിൽ നിന്ന് ഇവർക്ക് എത്രത്തോളം ഷെയർ കിട്ടുന്നുണ്ട്, അതും ഇവരുടെ പണ്ടത്തെ ഷെയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ന്യൂ ഷെയർ കിട്ടും. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ 2 മാർക്കിന് തിയറി ആയിട്ട് പഠിക്കണം. അത് ഇതെന്ന് വെച്ചാൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ്. ഇപ്പോൾ ABC പാർട്ട്നേഴ്സ് ആണ്. ആ ABC, അതായത് ഇപ്പോൾ ABC പാർട്ട്ണർ, അതിൽ C റിട്ടയർ ആവുകയാണ് പാർട്ട്ണറിൽ നിന്ന്. അപ്പോൾ ഈ Cയുടെ ഷെയർ Bക്കും Aക്കും അവർ വീതിച്ച് കൊടുക്കും അല്ലേ. അപ്പോൾ അവർ ഏത് റേഷ്യോയിലാണ് ഇവർ വീതിച്ചെടുക്കുന്നത്, അതിനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഗുഡ്വിൽ എന്താണ്, റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് നമ്മൾ എന്തായാലും ഗുഡ്വിൽ കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഗുഡ്വിൽ എങ്ങനെ കൊടുക്കാം, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പിന്നീട് നമ്മളിവിടെ പഠിക്കാനുള്ളത്. ജേർണൽ എൻട്രീസ് ആണ്. നമ്മൾ ജേർണൽ എൻട്രീസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ അതേപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റും ലോസും റിസർവുകളെല്ലാം അവർക്ക് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ജേർണൽ എൻട്രീസ് പഠിക്കണം. ദെൻ ഇത്രയൊക്കെയാണ് നമുക്ക് തുടക്കത്തിൽ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ. ദെൻ പിന്നീട് ഡെത്ത് ഓഫ് പാർട്ട്ണർ. ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് എൻ അൺഎക്സ്പെക്റ്റഡ് ഫിനോമിനൻ, അല്ലെങ്കിൽ നേച്ചർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന എനി ടൈം, നമുക്ക് അറിയില്ല ഇന്ന ടൈം വരുന്ന, ആ ടൈമിൽ വരുന്ന കംസ് ടു എൻ എൻഡ് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ അവസാനിക്കുകയാണ്. ദെൻ ഇവിടെ ഫേം വിൽ കണ്ടിന്യൂ വിത്ത് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ ABCയിൽ B ഡെത്തായി കഴിഞ്ഞാലും Aയും Cയും എന്തെങ്കിലും കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും. ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡെത്ത് ഈസ് സിമിലർ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. ട്രീറ്റ്മെൻറ്റ് എല്ലാം റിട്ടയറിംഗ് പാർട്ട്ണറുടെ സെയിം ആണ്. പക്ഷേ നമ്മൾ എക്സിക്യൂട്ടേഴ്സിനാണ് നമ്മൾ പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ 6% ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിന് കൊടുക്കുന്നത്. എന്ത്, എക്സിക്യൂട്ടേഴ്സ്. ഓക്കെ. അപ്പോൾ ഡിസീസ്ഡ് പാർട്ട്ണറുടെ എല്ലാ എമൗണ്ടും നമ്മൾ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട്, എക്സിക്യൂട്ടർ എന്ന് വെച്ചാൽ എന്താ, അനന്തരാവകാശികൾ, നോമിനി എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം, അവരെയാണ് നമ്മൾ എക്സിക്യൂട്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവർക്കാണ് നമ്മൾ ആ എമൗണ്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇത്രയാണ് നിങ്ങൾ അറിയേണ്ട കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ്. ഇതിൽ നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. പ്രോബ്ലംസ് നിങ്ങളിപ്പോൾ ഈ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കാം. പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ വരും. ഇപ്പോൾ B ഡെത്ത് ആവണമെങ്കിൽ B's ക്യാപിറ്റൽ മാത്രം നിങ്ങൾ വരയ്ക്കണം, പ്രിപ്പയർ ചെയ്യണം. അത് നമ്മൾ പ്രത്യേകം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ദെൻ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു പ്രോഫിറ്റ്, ചിലപ്പോൾ അത് നമുക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും വെറുതെ എഴുതിയെന്നുള്ളൂ, കാരണം വലിയ ഉറപ്പൊന്നുമില്ല. റിവാലുവേഷൻ അക്കൗണ്ട് മാത്രം കാണാനായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇനി ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് ചെയ്യാൻ കിട്ടണം. പിന്നെ ലോൺ അക്കൗണ്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവറായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അത് 4 മാർക്കിനെ ചോദിക്കാറുണ്ട്. FSRയുടെ 3 മാർക്കിനെ കമ്പ്യൂട്ടറൈസ്ഡ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 5 മാർക്ക് വരെയും പോവാം. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനും വരാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറും വരാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ടും റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും നമ്മളൊരു വീഡിയോ, ഈ പാഠത്തിന് മാത്രമായിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട 2 പ്രോബ്ലമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. മിസ്സിയുടെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മേലുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2 പാഠത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എനിക്കറിയാത്ത ഈ പോർഷനിൽ ഏതെങ്കിലും പോർഷൻ എനിക്കറിയാത്തതുണ്ടെങ്കിൽ വേഗം ഇരുന്ന് പഠിക്കുക. കാരണം അറിയുന്നതാണ് എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എവ്രി വൺ പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം. നമുക്ക് അക്കൗണ്ടൻസിക്ക് ഒരു ദിവസമേ നമുക്ക് അവിടെ ലീവായിട്ടുള്ളൂ. ആ ഒരു ദിവസം കൊണ്ട് AFSകാരെ സംബന്ധിച്ച് 2 ടെക്സ്റ്റ് ബുക്ക് അവർക്ക് കവർ ചെയ്യാനുണ്ട്, വിത്ത് ഇൻക്ലൂഡിങ് പ്രോബ്ലംസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് പ്രോബ്ലംസ് നമുക്ക് കവർ ചെയ്യാനില്ല. അവിടെ നിങ്ങൾക്ക് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് അവിടെ പഠിച്ചാൽ മതിയാവും. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും.
സോ എല്ലാ സ്റ്റുഡൻസും ടൈമൊക്കെ വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.